എടാ നമ്മളെന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇന്നും കൂടെ ഇക്കടെ പോക്കറ്റിൽ നിന്ന് 500 രൂപ അടിച്ചു മാറ്റി 200 രൂപയ്ക്ക് എണ്ണ അടിച്ച് 300 രൂപയ്ക്ക് മന്തി കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. നാളെ എന്തിരി ട്രെയിൻ എന്താ ഇതുവരെ വരാത്ത? ട്രെയിനും നമ്മളെ പോലെ ലാഗ് തന്നെ. നാളെ എത്രയോ സമയം കിടക്കുന്നു. നീ അവന്റെ കാര്യം ആലോചിച്ച് നോക്ക്, ഒരു ടെൻഷനും ഇല്ല. എന്നെ ഇത്തിരി ആരെങ്കിലും ഇവിടുന്ന് എണീപ്പിടാ. അങ്ങനെ ഇത്തിരി വരാടാ അവിടെ. എന്റെ പൊന്നളയാ, ഞാൻ ഇവിടെ നിന്ന് നടന്നെത്തുമ്പോ ട്രെയിൻ അങ്ങ് പോവും. അളെ എത്തിച്ചെല്ലളെ അവനെ എണീപ്പിരി. അളെ ഇതാണ് എന്റെ വീട്ടിലും നടക്കുന്നത്. വാപ്പ ഉമ്മ അടുത്ത് ഫാൻ ഇടാൻ പറയും, ഉമ്മ എന്റെ അടുത്ത് പറയും, ഞാൻ ഇക്ക അടുത്ത് പറയും, ഇക്ക അനിയത്തി അടുത്ത് പറയും, അനിയത്തി വീണ്ടും ഉമ്മ അടുത്ത് പറയും, ഉമ്മ എന്റെ അടുത്ത് പറയും. നീ ഇത്തിരി പോയിട്ടാണ് വയ്യ. എന്നെ ഇത്തിരി ആരെങ്കിലും എണീപ്പിടാ. ഒരു മാർച്ച് വന്ന് ഇഴഞ്ഞിഴഞ്ഞ് പെരുന്നാള്, വേൾഡ് കപ്പ്, സഞ്ജുവിന്റെ തലവര വരെ തെളിഞ്ഞു. എന്നിട്ട് നമ്മള് തലവര എന്തിനാ തെളിയാത്തത്? ഈ മാമ എന്താ പതുക്കെ പോണതാ അതാ സ്പീഡിൽ പോണതാ? എനിക്ക് തോന്നിയതായിരിക്കും അല്ലേ. ആ മാമ നമ്മളെ പോലെ അല്ലടാ, പണിക്ക് പോയിട്ട് പോവേണ്ടാ. എന്നെ ഇത്തിരി ആരെങ്കിലും എണീപ്പിടാ. ഇട നോക്കിയാണ്ടാ, ഫ്ലൈറ്റ് ഇതോ പോണ നോക്കിയാണ്, ചെറുകാമണി പോലെ, അതും ലാഗ്. പ്രകൃതി വരെ ലാഗാണാടാ. ഇതെന്തോന്ന് നീ കാണിക്കുന്നു? ചിരിച്ചതാടാ. ഞാൻ ഇത്രയെങ്കിലും തിരിഞ്ഞില്ലടാ. ഇനിയെങ്കിലും എന്നെ ആരെങ്കിലും എത്തി കൊണ്ടോടാ. അല്ലെ ഇക്ക വിളിക്കുന്നു, 500 രൂപയ്ക്ക് ആയിരിക്കും, നമുക്ക് പോവാം വാ. ഒന്ന് അനങ്ങി നടയടാ, ഇപ്പൊ പോയാലും എത്തുവാ. വീടെത്തും ഇപ്പൊ. വാ ഒന്ന് അനങ്ങി നടയടാ. നീ നട, ഞാൻ സ്പീഡിന് ഓടയാണ്. എന്നെ ഇത്തിരി ആരെങ്കിലും എണീപ്പിടാ. പീതാംബരം